ഹായ് ഗൈസ്, വെൽക്കം ടു കാനഡ ലേണിംഗ്സ്. സോ എക്സാം ഒക്കെ അടുത്തിരിക്കുന്നു അല്ലേ? സോ നമ്മൾ റിവിഷൻ ഒക്കെ മേ ബി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ബയോളജിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഈ ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഐ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാർട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇയർ മുതൽ അടുത്ത പാർട്ടും എടുക്കും. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഈ ചാപ്റ്റർ അഥവാ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻലി നമ്മുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അതിൽ ആദ്യം തന്നെ ഐ അഥവാ കണ്ണിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 5 സെൻസ് ഓർഗൻസിലെയും നമ്മുടെ ഓരോ റിസെപ്റ്റർ അഥവാ അതിലോട്ട് വരുന്ന സ്റ്റിമുലസ് ഏത്, അതിലുള്ള റിസെപ്റ്റർ ഏത് ഒന്ന് നോക്കിയാലോ. കണ്ണിലോട്ട് വരുന്ന സ്റ്റിമുലസ് ഏതാ? ലൈറ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ പറ്റുള്ളൂ. അതുപോലെ ലൈറ്റ് റിസീവ് ചെയ്യാൻ പറ്റുള്ള റിസെപ്റ്റർ ഏതാ? കണ്ണിലുള്ള റിസെപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോ റിസെപ്റ്റർ. ഇനി ചെവിയിലാണെന്നുണ്ടെങ്കിലോ ഇയറിൽ സൗണ്ടിനെയാണ് റിസീവ് ചെയ്യുന്നത് അല്ലേ? സോ സൗണ്ട് ആണ് ചെവിയിലോട്ട് വരുന്ന സ്റ്റിമുലസ്. ഓക്കെ അല്ലേ? ഇനി ചെവിയിലുള്ള റിസെപ്റ്റർ ഏതാണ്? നമുക്കറിയാം സൗണ്ട് റിസെപ്റ്റർ അഥവാ ഓഡിറ്ററി റിസെപ്റ്റർ. ഇനി നമ്മുടെ നോസിൽ അഥവാ സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ നോസിലുള്ള സ്റ്റിമുലസ്, നോസിലോട്ട് വരുന്ന സ്റ്റിമുലസ് ഏതാണ്? സ്മെല്ലാണ്. നോസിലുള്ള റിസെപ്റ്ററോ? ഓൾഫാക്ടറി റിസെപ്റ്റർ അല്ലേ? സോ നോസിൽ സ്മെല്ലിനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന റിസെപ്റ്റർ ഏതാണ്? നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റർ. ഇനി നമ്മുടെ സ്കിന്നിലുള്ള റിസെപ്റ്റർ ഏതാ? നമ്മുടെ സ്കിന്നിൽ ടാക്ടൈൽ റിസെപ്റ്റർ അല്ലേ? നമ്മുടെ സ്കിന്നിലോട്ട് വരുന്ന സ്റ്റിമുലസ് ഏതാ? ടച്ച്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരാളും കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാ? ടങ്കിലുള്ള റിസെപ്റ്റർ അഥവാ ടങ്കിലോട്ട് വരുന്ന സ്റ്റിമുലസും ഉണ്ട് റിസെപ്റ്ററും ഉണ്ട്. ടങ്കിലൂടെ നമ്മൾ എന്താ സെൻസ് ചെയ്യുന്നത്? ടേസ്റ്റ് അല്ലേ? സോ ടങ്കിലോട്ട് വരേണ്ട സ്റ്റിമുലസ് എന്ന് പറയുന്നത് ടേസ്റ്റ് ഉള്ള പാർട്ടിക്കിൾ. ഓക്കെ. ഇനി ടങ്കിലുള്ള റിസെപ്റ്റർ ഏതാ? കീമോ റിസെപ്റ്റർ കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് 5 സെൻസ് ഓർഗൻസിലും വരുന്ന സ്റ്റിമുലസും റിസെപ്റ്ററും. സോ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ അഥവാ കണ്ണിനെ കുറിച്ചിട്ടാണ്. കണ്ണിലോട്ട് വരുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. കണ്ണിലുള്ള റിസെപ്റ്റർ ഫോട്ടോ റിസെപ്റ്റർ ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് ഐനെ കുറിച്ചിട്ട് നോക്കാം. അതിന്റെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന്റെ മുന്നേ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നമുക്കറിയാം നമ്മുടെ ഐ അഥവാ ഐ ബോൾ ഷേപ്പിലാ അല്ലെ? ഐ ബോൾ നമ്മുടെ ഫേസിൽ അഥവാ നമ്മുടെ സ്കള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്. അഥവാ നമ്മുടെ സ്കള്ളിൽ ഐബോൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐ സോക്കറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. സോ ഐ സോക്കറ്റിലാണ് ആര് നിൽക്കുന്നത്? ഐബോൾ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അഥവാ നമ്മുടെ ഐബോൾസ് അവിടെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തുണ്ട്? എക്സ്റ്റേണൽ ഐ മസിൽസ് ഉണ്ട് കേട്ടോ. സോ എക്സ്റ്റേണൽ ഐ മസിലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഐബോൾ നമ്മുടെ ഐ സോക്കറ്റിൽ നിൽക്കുന്നത്. അടുത്തത് എന്താണ്? ഐബ്രോ. എന്തിനാ ഐബ്രോ നമുക്കുള്ളത്? നമ്മൾ സൽക്കാരത്തിനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗേൾസ് ഒക്കെ മെയിൻലി ഐബ്രോ പല കളറിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ എന്തിനാണ് ഈ ഐബ്രോ? കളർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ഡെബ്രിസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിലൂടെ ഇറങ്ങുന്ന സ്വെറ്റ്, ഇതൊക്കെ കണ്ണിലോട്ട് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഐബ്രോ ഉള്ളത്. അടുത്തത് എന്താ? ഐലാഷ് അഥവാ കൺപീലി. നമ്മുടെ ഐലിഡുമിലുള്ള ഐലാഷ് എന്ന് പറയുന്നത് അഥവാ ഹെയർ രൂപത്തിൽ കാണുന്ന ഐലാഷ് അല്ലേ? എന്തിനാ ഈ പറയുന്ന ഐലാഷ് ഉള്ളത്? അതും ഇതുപോലെ തന്നെ ഡസ്റ്റും ഡബ്രീസും ഒക്കെ കണ്ണിന്റെ ഉള്ളിലോട്ട് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനാണ് ഐലാഷ് ഉള്ളത്. അല്ലാണ്ട് ഈ പറയുന്ന ഐലാഷും പല കളർ കൊടുക്കാൻ പറ്റൂലേ? അതിന് വേണ്ടിയിട്ടല്ല. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഐ ലിഡാണ് അഥവാ കൺപോള. എന്തിനാണ് കൺപോള ഉള്ളത്? നമുക്കറിയാം നമ്മൾ കണ്ണിലോട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് കണ്ണ് ബ്ലിങ്ക് ചെയ്യൂലേ? കണ്ണ് അടയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാ? കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കണ്ണിലോട്ട് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? ഐ ലിഡ് ഉള്ളത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിനെ വൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കണ്ണിലോട്ട് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ അടുത്തതാണ് കൺജങ്ക്ടൈവ. എന്തിനാണ് കൺജങ്ക്ടൈവ? കണ്ണിൽ മ്യൂക്കസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ? ശ്ലേഷ്മം. നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പാർട്ടികൾ കിട്ടൂലേ? അത് മ്യൂക്കസ് ആണ്. ആരുണ്ടാക്കിയതാ? കൺജങ്ക്ടൈവ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ് കൺജങ്ക്ടൈവ മ്യൂക്കസ് ഉണ്ടാക്കുന്നത്? കണ്ണ് ഡ്രൈ ആവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൊരിക്കലും ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. കാരണം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിലോട്ട് ലൈറ്റ് കറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റൂല. അതുപോലെ നമുക്ക് കാഴ്ചനെയും ബാധിക്കും. സോ കറക്റ്റ് ആയിട്ട് വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. സോ ഡ്രൈ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂക്കസ് ഉണ്ടാക്കുന്നത്. ആര്? കൺജങ്ക്ടൈവ. അടുത്ത എന്താണ്? ടിഎസ് അഥവാ കണ്ണുനീര്. എന്തിനാ കണ്ണുനീര്? നമുക്കറിയാം നമ്മുടെ കണ്ണിലോട്ട് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടികൾ പോയി കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് സെക്രീറ്റ് ചെയ്യും അല്ലേ? ഈ കണ്ണുനീരിൽ ആരുണ്ട്? ലൈസോസൈം ഉണ്ട്. ലൈസോസൈം ഉണ്ടെങ്കിൽ എന്താ? പാത്തജൻസിനെയും ജേംസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന എൻസൈമാണ് ആര്? ലൈസോസൈം. നമ്മൾ 5th ചാപ്റ്ററിൽ ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ ലൈസോസൈം എന്ന് പറയുന്നത് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അത് എന്തിലുണ്ട്?
ടിയറിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ണിന്റെ ഡയഗ്രം ഒന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട് നോക്കിയേ. കൺജങ്ക്ടൈവ ഉണ്ട്, കോർണിയ ഉണ്ട്, ഐറിസ് ഉണ്ട്, പ്യൂപ്പിൾ, ലെൻസ്, സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, ബ്ലൈൻഡ് സ്പോട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പാർട്ട് ഉണ്ട്. സോ നമുക്കിതൊന്ന് ഓർഡർ ആക്കിയിട്ട് പഠിച്ചാലോ? നമുക്കിതൊന്ന് ഓർഡർ ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിലുള്ള ലെയേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. കണ്ണിൽ മെയിൻലി 3 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്തുള്ള ഒരു ലെയർ, ദെൻ ഉള്ളിലുള്ള ഒരു ലെയർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ. ഓക്കെ, സോ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്ലീറ. ഈ സ്ക്ലീറ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ സ്ക്ലീറ എന്ന് പറയുന്നത് കണ്ണിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. നമ്മൾ ഒരാളുടെ കണ്ണിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഐറിസ് കാണാൻ പറ്റും. ബാക്കി അതിന്റെ പുറത്ത് ബാക്കിയുള്ള സർഫസ് എന്താ? വൈറ്റ് കളറാ അല്ലേ? അതാണ് നമ്മുടെ സ്ക്ലീറ. വൈറ്റ് ലെയർ ആണ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, കണ്ണിനൊരു ഫേംനെസ് കൊടുക്കുന്ന ലെയർ ആണ്. ഈ ലെയറിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഭാഗം 2 കേട്ടോ. ഒന്ന് കൺജങ്ക്ടൈവ, അടുത്തത് കോർണിയ. കൺജങ്ക്ടൈവനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ കൺജങ്ക്ടൈവ? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ട്. ഓക്കെ അല്ലേ? ഇനി എന്താണ് കോർണിയ എന്നറിയോ? കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ. നമ്മൾ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവി കഴിഞ്ഞാൽ നമുക്ക് ആ ബൾജ് ചെയ്തിരിക്കുന്ന സർഫസ് കിട്ടും. ഓക്കെ, സോ കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പുറത്തോട്ട് ബൾജ് ചെയ്യിക്കുന്ന സർഫസ് ആണ്. ഓക്കെ അല്ലേ? ഇനി സോ നമ്മൾ സ്ക്ലീറയിലുള്ള കൺജങ്ക്ടൈവ് തീർത്തു, അതുപോലെ തന്നെ കോർണിയ തീർത്തു. ഇനി അടുത്തത് എന്താണ്? കോറോയിഡ് ലെയർ. കോറോയിഡ് ലെയർ എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ ആണ്. അവിടേക്കാണ് ബ്ലഡ് വെസൽ കാണുന്നത് കേട്ടോ. സോ ബ്ലഡ് വെസലിലൂടെയാണ് എന്ത് വരിക? ബ്ലഡ് വരിക. സോ ബ്ലഡ് സപ്ലൈ കാണപ്പെടുന്ന ലെയർ ഏതാണ്? മിഡിൽ ലെയർ ആയിട്ടുള്ള കോറോയിഡ് ലെയർ. ഇതിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പാർട്ടാണ് എന്ത്? ഐറിസ്. നമ്മൾ ഒരാളുടെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു പാർട്ട് കാണാം അല്ലേ? അതാണ് ഐറിസ്. ഐറിസിന് ഡാർക്ക് കളർ വരാനുള്ള റീസൺ എന്താണ്? മെലാനിൻ പിഗ്മെന്റ് അല്ലേ? അടുത്തത് എന്താണ്? പ്യൂപ്പിൾ. നമുക്കറിയാം ഐറിസിന്റെ നടുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു അപ്പേർച്ചർ ഉണ്ട്, അതിന്റെ പേരാണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസും ചെയ്യും, അതുപോലെ തന്നെ ഡിക്രീസും ചെയ്യും. എന്തിന്റെ ബേസിൽ? ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച്. ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ എന്താവും? കൺട്രാക്ട് ചെയ്തിട്ട് ചെറുതാവും. ഓക്കെ, ഇനി ആവശ്യത്തിൽ കുറവാണ് ലൈറ്റ് എന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ എന്താവും? ഡയലൈറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ലൈറ്റ് ഉള്ളിലോട്ട് കടത്തിവിടാൻ നോക്കും. ഓക്കെ അല്ലേ? ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പ്യൂപ്പിൾ ചെറുതാവും അഥവാ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് കണ്ണിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിലുള്ള സെല്ലുകളെ അത് ഡാമേജ് ആക്കും. സോ അതിന് വേണ്ടിയിട്ട്. അടുത്തത് എന്താണ്? ലെൻസ്. നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണെന്നറിയോ? കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസ് എന്താണ്? ഒരു ട്രാൻസ്പെറന്റ് ലെയർ ആണ്. ഈ കോൺവെക്സ് ലെൻസ് എന്താണ്? ഒരു ട്രാൻസ്പെറന്റ് ലെൻസ് ആണ്. ഓക്കെ, എന്താ ഈ കോൺവെക്സ് ലെൻസിന്റെ പരിപാടി? എന്താ ഇതിന്റെ ഫംഗ്ഷൻ? കണ്ണിലോട്ട് വരുന്ന ലൈറ്റ് റേസിനെ നേരെ നമ്മുടെ റെറ്റിനയിലോട്ട് പതിപ്പിക്കുക. റെറ്റിനയിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കലാണ് ആരുടെ പരിപാടി? ലെൻസിന്റെ പരിപാടി. ഓക്കെ, സോ അത് എങ്ങോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കണം? നമ്മുടെ റെറ്റിനയിലോട്ട്. ഓക്കെ, അടുത്തതാണ് ആര്? സീലിയറി മസിൽ. സോ സീലിയറി മസിൽസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ലെൻസിന്റെ കേർവ് കൂടുന്നതും കേർവ് കുറയുന്നതും ഒക്കെ. അതായത് നമുക്കറിയാം നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുന്ന പോലെയല്ല നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിലോട്ട് നോക്കുമ്പോൾ. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ ദൂരത്തിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജും മാറും. അതായത് കണ്ണിലുള്ള ലെൻസിന്റെ കേർവ് മാറും. സോ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സീലിയറി മസിൽ. ഓക്കെ അല്ലേ? സീലിയറി മസിൽ ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സോ സീലിയറി മസിൽസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ലെൻസിന്റെ കേർവ് കൂടുന്നതും കുറയുന്നതും ചെയ്യുന്നത്. ഈ 4 പാർട്ടാണ് മെയിൻലി നമുക്ക് മിഡിൽ ലെയർ ആയിട്ടുള്ള കോറോയിഡിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഐറിസ്. അടുത്തത് ഏതായിരുന്നു? പ്യൂപ്പിൾ. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? ലെൻസ് പഠിച്ചു, സീലിയറി മസിൽ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 3ാമത്തെ ലെയർ ഉണ്ട്, ഏറ്റവും ഉള്ളിലുള്ള ലെയർ. അതിന്റെ പേരാണ് റെറ്റിന. റെറ്റിനയിലാണ് കണ്ണിലെ റിസപ്റ്റർ കാണുന്നത്. ഏതാ റിസപ്റ്റർ? ഫോട്ടോ റിസപ്റ്റർ. സോ നമുക്ക് റെറ്റിനയിലുള്ള പാർട്സ് നോക്കാം. ഫസ്റ്റ് വൺ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റർ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? യെല്ലോ സ്പോട്ട്. വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നു ഇതിന്. എന്താ? ഫോവിയ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഫോവിയ. സോ സപ്പോസ് ലൈറ്റ് റൈസ് ഈ പറയുന്ന യെല്ലോ സ്പോട്ടിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് കാരണം അവിടെയല്ലേ ഫോട്ടോ റിസപ്റ്റർ കൂടുതൽ. സോ നന്നായിട്ട് ലൈറ്റ് റൈസിനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. സോ നല്ല വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇനി ഒറ്റ ഫോട്ടോ റിസപ്റ്ററും ഇല്ലാത്ത ഭാഗം, അതാണ് ആര്? ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ അല്ലേ? അവിടേക്കാണ് ലൈറ്റ് റൈസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല, കാരണം അവിടെ ആരില്ല? ഫോട്ടോ റിസപ്റ്റർ ഇല്ല. ഇനി അടുത്ത എന്താണ്? ഒപ്റ്റിക് നെർവ്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമ്പൾസ് എങ്ങോട്ട് കൊണ്ടുപോകണം? ബ്രെയിനിലോട്ട് കൊണ്ടുപോകണം. ആരാ ഇമ്പൾസിനെ ബ്രെയിനിലോട്ട് കൊണ്ടുപോവുക? ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൽ എന്താ ഉണ്ടാവുക? ന്യൂറോൺസ് ഉണ്ടാവും. ഓക്കെ, സോ ഒപ്റ്റിക് നെർവിലൂടെയാണ് ഇമ്പൾസ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ സെറിബ്രത്തിലോട്ട് കൊണ്ടുപോകുക. എങ്ങോട്ട്? സെറിബ്രം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ് സെൻസേഷൻ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണെന്നുള്ളത്. സോ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ ഇമ്പൾസിനെ കൊണ്ടുപോകേണ്ടത്? സെറിബ്രത്തിലോട്ട്. ഏത് നെർവിലൂടെ? ഒപ്റ്റിക് നെർവിലൂടെ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ണിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ മെയിൻലി എത്ര ലെയർ ഉണ്ട്? 3 ലെയർ ഉണ്ട്. അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ?
ഇനി നമുക്ക് നോക്കേണ്ടത് കണ്ണിന്റെ ഉള്ളിൽ മെയിൻലി 2 തരം ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ അക്വസ് ഹ്യൂമർ, അതുപോലെ തന്നെ വിട്രിയസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ നോക്കാനുണ്ട്, വിട്രിയസ് ഹ്യൂമർ നോക്കാനുണ്ട്. ആദ്യം നമുക്ക് അക്വസ് ഹ്യൂമർ നോക്കാം. അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ്. എവിടെന്നാ ഫോം ചെയ്തത്? ബ്ലഡിൽ നിന്നും. ഓക്കെ, ബ്ലഡിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള ജലം പോലെയുള്ള ഒരു ദ്രവം. ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ്. ഇനി എന്താ ഇതിന്റെ ഫംഗ്ഷൻ? കണ്ണിലുള്ള ടിഷ്യൂസിനൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കുക. നമുക്കറിയാം ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ? എന്താ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പരിപാടി? ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ആർക്ക് കൊടുക്കുക? സെല്ലുകൾക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അക്വസ് ഹ്യൂമർ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് കണ്ണിലോട്ട് ബ്ലഡ് വരുന്ന സമയത്ത് ബ്ലഡിൽ നിന്ന് രൂപപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ കൂടെ ആരും കൂടെ ഇറങ്ങും? ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഇറങ്ങും. ഓക്കെ അല്ലേ? ഇത് ആർക്ക് സപ്ലൈ ചെയ്യും? നമ്മുടെ കണ്ണിലുള്ള ടിഷ്യൂസിനെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നിട്ട് അവിടെ നിന്നുള്ള വേസ്റ്റും കൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറും, ബ്ലഡിലോട്ട് തന്നെ കയറും. എവിടെയാ ഈ അക്വസ് ഹ്യൂമർ കാണുന്നതെന്ന് അറിയോ? നമ്മുടെ ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിൽ. അതായത് കോർണിയന്റെയും ലെൻസിന്റെയും ഇടയിലാണ് ആരെ കാണപ്പെടുന്നത്? അക്വസ് ഹ്യൂമർ കാണുന്നത്. സോ നമ്മൾ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, സോ സപ്പോസ് ഇതാണ് നമ്മുടെ കണ്ണ് എന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ് എന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഫ്രണ്ട് പോർഷനിൽ ബൾജ് നിൽക്കുന്ന പോർഷനാണ് നമ്മുടെ കോർണിയ എന്നുണ്ടെങ്കിൽ ഇവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? അക്വസ് ഹ്യൂമർ. ആ അക്വസ് ഹ്യൂമർ കാണപ്പെടുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിലുള്ള സ്പേസ്, ആ സ്പേസിനാണ് നമ്മൾ അക്വസ് ചേംബർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അക്വസ് ചേംബർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫ്ലൂയിഡ് ആണ് ഇത്? വിട്രിയസ് ഹ്യൂമർ. സോ അക്വസ് ഹ്യൂമർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് എന്ത്? വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ എവിടെയാ കാണുന്നത്? ലെൻസിന്റെയും റെറ്റിനേന്റെയും ഇടയിൽ. ഞാൻ ഒന്നും കൂടെ ഡയഗ്രാം വരച്ചുതരാം. സപ്പോസ് ഇതാണ് നമ്മുടെ കണ്ണ് എന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ ലെൻസ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതാണ് നമ്മുടെ ഐബോൾ കംപ്ലീറ്റ് കേട്ടോ. സോ ലെൻസിന്റെയും റെറ്റിനേന്റെയും ഇടയിൽ കാണപ്പെടുന്ന സ്പേസിനെയാണ് നമ്മൾ വിട്രിയസ് ചേംബർ എന്ന് വിളിക്കുക. ഓക്കെ, വിട്രിയസ് ചേംബർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെയും റെറ്റിനേന്റെയും ഇടയിലുള്ള സ്പേസാ. സോ അവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് ഏത്? നമ്മുടെ വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാ. നമ്മുടെ കണ്ണിന് ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ അതാണ് അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. അക്വസ് ഹ്യൂമർ എന്ത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാ? വാട്ടർ ലൈക്ക്. വിട്രിയസ് ഹ്യൂമർ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാ, കുറച്ചുകൂടെ കട്ടിയുള്ള ഫ്ലൂയിഡാ. ഓക്കെ അല്ലേ? ഇനി അക്വസ് ഹ്യൂമർ എവിടെന്നാ ഫോം ചെയ്തത്? ബ്ലഡിൽ നിന്ന്. എങ്ങോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യും? ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യും. എന്താ അക്വസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ? കണ്ണിലുള്ള ടിഷ്യൂസിന് ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യുക. എന്താ വിട്രിയസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ? കണ്ണിന് ഷേപ്പ് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. അതുപോലെ അക്വസ് ഹ്യൂമർ എവിടെയാ കാണുന്നത്? അക്വസ് ചേംബറിൽ. വിട്രിയസ് ഹ്യൂമറോ? വിട്രിയസ് ചേംബറിൽ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലോട്ട് കയറുന്ന ലൈറ്റ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിലുള്ള കോശങ്ങൾ അത് ഡാമേജ് ആക്കും. സോ അത് ആര് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്? പ്യൂപ്പിൾ. പ്യൂപ്പിൾ എങ്ങനെയാണ് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും, ചെറുതാവും. ആവശ്യത്തിൽ കുറവാണ് ലൈറ്റ് എന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. സോ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് പ്യൂപ്പിളിന്റെ സൈസ് മാറും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂപ്പിൾ ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് പ്യൂപ്പിൾ വലുതാവുന്നത്, എങ്ങനെയാണ് പ്യൂപ്പിൾ ചെറുതാവുന്നത്? അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് മസിൽ ഉണ്ട്. നമുക്കറിയാം സർക്കുലാർ മസിലും ഉണ്ട്, റേഡിയൽ മസിലും ഉണ്ട്. റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പ്യൂപ്പിളിന്റെ സൈസ് എന്താവും? വലുതാവും. റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് വലുതാവും. അതുപോലെ തന്നെ സർക്കുലാർ മസിൽ ഉണ്ട്. സർക്കുലാർ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാവും. ഓക്കെ അല്ലേ? സർക്കുലാർ മസിലാണ് പ്യൂപ്പിൾ ചെറുതാക്കുന്നത്, റേഡിയൽ മസിലാണ് പ്യൂപ്പിൾ ഡയലേറ്റ് ആക്കുന്നത്. എപ്പോഴും ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. അടുത്തത്, നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന ഇമേജിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കണ്ണിൽ എപ്പോഴും രൂപപ്പെടുക റിയൽ ഇമേജ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, അതുപോലെ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഇങ്ങനെ 3 പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജിന്. അതായത് ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എപ്പോഴും രൂപപ്പെടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇമേജ് ആയിരിക്കും. റിയൽ ഒബ്ജക്റ്റിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിനേക്കാളും ചെറിയതായിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇൻവേർട്ടഡ് ഇമേജ്. നമ്മൾ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ കണ്ണിൽ ഫോം ചെയ്തത് തലകുത്തനെയാണ്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള പോലെ ഉണ്ടോ? അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് ലൈറ്റ് കയറിയിട്ട് നമ്മുടെ കണ്ണിൽ ഒരു ഇമേജ് ഫോം ചെയ്യും. അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അതായത് ഒരാൾ നിൽക്കുന്നത് തലകുത്തനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കാണുക. ബട്ട് നമ്മൾ നേരെ തന്നെയല്ലേ ശരിക്കും കാണുന്നത്. പിന്നെ എങ്ങനെ ഇത് ശരിയാവുന്നത്? ആ ഒരു പോയിന്റ് തെറ്റുള്ള പോലെ ഇല്ലേ? ഇല്ല. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ഇമേജിന് ഒന്നും കൂടെ ഇൻവേർട്ട് ആക്കും. അപ്പൊ കറക്റ്റ് ആവൂലേ? ശരിക്കും നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ തലകുത്തനെയായിരിക്കും. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഡയഗ്രാം വരച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് ആരോ മാർക്കുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിലോട്ട് രൂപപ്പെടുന്ന നമ്മുടെ കണ്ണാണ് ഇത് എന്ന് വിചാരിച്ചോ.
ഇതാണ് നമ്മുടെ കണ്ണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ ഇതിന്റെ ഇമേജ് ഫോം ചെയ്യുക. ഇൻവേർട്ടഡ് ആയിരിക്കും, തല കൊത്തനെ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചെറിയ ഇമേജ് അല്ലേ. കമ്പാരിറ്റീവ്ലി ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന സാധനത്തിന്റെ ഇമേജ് വരച്ചപ്പോൾ നോക്കി, എ എന്ന് പറയുന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ, അതിന്റെ ഇമേജ് ഇവിടെ വരച്ചപ്പോൾ അത് തല കുത്തനെയായി പോയില്ലേ. ആൻഡ് ഓൾസോ അത് ചെറുതായി പോയില്ലേ. അങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുക. ആൻഡ് ഓൾസോ റിയൽ ഇമേജ് ആണ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുക. റിയൽ ഇമേജ് എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്റർപ്രിട്ടേഷനും കൂടെ ഉണ്ട്. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഇമേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയൽ ഇമേജ് എന്ന് വിളിക്കുക. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജുകളുടെ 3 പ്രോപ്പർട്ടീസ് ഏട്ടൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജുകൾ റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറിയ ഇമേജും ആയിരിക്കും. ഓക്കെ അല്ലേ. അതാണ് ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലകുത്തനെ, റിയൽ എന്ന് പറഞ്ഞാൽ എന്താ, യാഥാർത്ഥ്യം ഉള്ളത് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഇമേജുകളെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഒരു വസ്തുവിനെ അടുത്ത് നിന്ന് നോക്കുമ്പോഴും അതുപോലെ തന്നെ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോഴും ഉള്ള വ്യത്യാസങ്ങൾ, നമ്മുടെ കണ്ണിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ട് നോക്കണം. സോ അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. വൈൽ വ്യൂയിങ് ഡിസ്റ്റന്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്. നമുക്ക് ആദ്യം ഇത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ എന്ത് നോക്കാം, നിയർ ബൈ ഒബ്ജക്റ്റിന് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. സോ ഒരു നിയർ ബൈ ഒബ്ജക്റ്റിന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. ഓക്കെ അല്ലേ. ഈ സമയത്ത് നമ്മുടെ ലെൻസിന്റെ കേർവ് എന്താവും, ലെൻസിന്റെ കേർവ് ചേഞ്ച് ആവും. എങ്ങനെയാണ് ലെൻസിന്റെ കേർവ് ചേഞ്ച് ആവുന്നത് അറിയോ, സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെൻസിന്റെ കേർവ് എന്ത് ചെയ്യുന്ന അറിയോ, ഇൻക്രീസ് ആവും. ലെൻസിന്റെ കേർവ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ആവും. ഓക്കെ അല്ലേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ സംഭവിക്കുക. നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സീലിയറി മസിൽ എന്താവും, റിലാക്സ് ആവും. അതുപോലെ നമ്മുടെ ലിഗമെന്റ്സ് എന്താവും, സ്ട്രെച്ച് ആവും, വലിഞ്ഞു നിൽക്കും. ആ സമയത്ത് നമ്മുടെ ലെൻസിന്റെ കേർവ് എന്താവും അറിയോ, ഡിക്രീസ് ആവും. ലെൻസിന്റെ കേർവ് ഡിക്രീസ് ആവും. എന്നിട്ടോ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോഴുള്ള പോലെയല്ല അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാവുക. ഇത് എക്സാമിന് ഇടക്കിടക്ക് എടുത്ത് ചോദിക്കുന്നതാണ്. നമ്മളോട് മെയിൻ ബി ചോദിക്കും, ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് എന്താ വരിക. അതായത് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സീലിയറി മസിൽ എന്താവും, ലിഗമെന്റ്സ് എന്താവും, അവിടെയുള്ള ഫോക്കൽ ലെങ്ത് എന്താവും, ലെൻസിന്റെ കേർവ് എന്താവും എഴുതാൻ പറയും. സോ എപ്പോഴും ഓർത്ത് വെക്കുക, നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിലോട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സീലിയറി മസിൽ എന്താവും, റിലാക്സ് ആവും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവും. അതേ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ലെൻസിന്റെ കേർവ് ഡിക്രീസ് ആവും, ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണുന്നത്. എന്നാൽ അടുത്തുള്ള ഒരു വസ്തുവിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ലെൻസിന്റെ കേർവ് കൂടും. അതായത് ലെൻസിന്റെ കേർവ് കൂടുക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ലെൻസിന്റെ കേർവ് കാണിച്ചു തരാം. ഇത് ലെൻസിന്റെ കേർവാണ്, ഇതും ലെൻസിന്റെ കേർവാണ്. ഇതിൽ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എ എന്ന് പറയുന്ന ലെൻസിന്റെ കേർവ് ആണ് കൂടുതൽ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. സപ്പോസ് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ പോവാട്ടോ. ഇതാണ് റോഡ്. ഈ റോഡിനാണോ, അതായത് എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള റോഡിനാണോ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള റോഡിനാണോ കേർവ് കൂടുതൽ, വളവ് എവിടെയാ കൂടുതൽ, എയിലാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലെൻസിന്റെ കേസിലും. ഈ ലെൻസിന്റെ കേർവ് ആണ് കൂടുതൽ. ഓക്കെ. കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും. ഓക്കെ. സോ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മൾ ദൂരെയുള്ള വസ്തുവിലോട്ട് നോക്കുമ്പോഴും അതുപോലെ തന്നെ അടുത്തുള്ള വസ്തുവിലോട്ട് നോക്കുമ്പോഴുള്ള ഡിഫറൻസ്. ഓക്കെ. സോ ഇത് എക്സാമിന് ഇടക്കിടക്ക് എടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, എന്തൊക്കെയാണ് ഡിഫറൻസ് വരാറുള്ളത്. സോ എപ്പോഴും ഓർത്ത് വെക്കുക, ദൂരെയുള്ള ഒബ്ജക്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീലിയറി മസിൽ റിലാക്സ് ആവും, അടുത്തുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സീലിയറി മസിൽ കൺട്രാക്ട് ആവും. ഇനി ഇത് ഓർത്ത് വെക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് പറഞ്ഞിട്ടെ. സോ ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തോർത്ത് വെക്കുക, നമ്മുടെ സീലിയറി മസിൽ റിലാക്സ് ആവും. സീലിയറി മസിലും അതുപോലെ തന്നെ നമ്മുടെ ലിഗമെന്റ്സും ഓപ്പോസിറ്റാണ്. സീലിയറി മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ലിഗമെന്റ്സ് എന്താവും, റിലാക്സ് ആവും. അതേ സമയത്ത് നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസും ഫോക്കൽ ലെങ്ത്തും ഓപ്പോസിറ്റാണ്. ഫോക്കൽ ലെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർവേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. അത് സെയിം ആണ് എപ്പോഴും. സോ ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം പഠിക്കണം, നമ്മുടെ കണ്ണിന്റെ ഒരു എബിലിറ്റി. അതായത് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കുറെ നേരമായി ദൂരെയുള്ളതിലോട്ട് നോക്കുന്നു, ഇനി കുറച്ചു നേരം അടുത്തുള്ളതിലോട്ട് നോക്കാം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ റാൻഡം ആയിട്ടാണ് നോക്കുക അല്ലേ. കുറെ ദൂരെയുള്ളതിലോട്ട് നോക്കും, കുറെ അടുത്തുള്ളതിലോട്ട് നോക്കും, പരീക്ഷ ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള ആൻസർ ഷീറ്റിലോട്ട് നോക്കും അല്ലേ. പല രീതിയിൽ നമ്മൾ നോക്കും. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? അതായത് നമ്മൾ പറഞ്ഞു ഇത്രയും ചേഞ്ച് നടക്കുന്നുണ്ട് ദൂരെയുള്ളതിൽ നിന്ന് അടുത്തുള്ളതിലോട്ട് വരുമ്പോൾ, ബട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നമുക്ക് വ്യൂ ചെയ്യുന്ന സമയത്ത്? ഒരു പ്രശ്നവും ഇല്ല അല്ലേ.
നമ്മൾ ദൂരമുള്ളതിലോട്ട് നോക്കിയിട്ട് അടുത്തുള്ളതിലോട്ട് വരുമ്പോൾ ഒരുപാട് ചേഞ്ച് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ബട്ട് നമ്മളെ ഇമേജ് ഫോം അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ഒരു പ്രശ്നവും വരുന്നില്ല അല്ലേ? അത് കണ്ണിന്റെ ഒരു എബിലിറ്റിയാണ്. സോ ആ കണ്ണിന്റെ എബിലിറ്റിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. സോ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദി ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്. എങ്ങനെയാ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. നമ്മൾ ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആക്കാനുള്ള ഒരു എബിലിറ്റി ആണ് എന്ത്? പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി എങ്ങനെയാ കർവേച്ചർ മാറ്റുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയറി മസിൽ ആൻഡ് ലിഗമെന്റ്സ്. അത് എന്തിന്റെ ബേസിലാ? ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ലെൻസിന്റെ കർവ് മാറ്റിയിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എന്ത്? ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. എന്തിന്റെ ബേസിൽ? ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചിട്ട്. സോ നമുക്ക് വരാം ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഇൻ ഓർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട്. സോ ഒബ്ജക്റ്റിൽ നിന്ന് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ലെൻസിന്റെ കർവ് മാറ്റിയിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. എന്നിട്ടോ ആൻഡ് ഫോം ദ ഇമേജ് ഇൻ ദ റെറ്റിന. ഈ എബിലിറ്റിനെ പറയുന്ന പേരാണിത് പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, സോ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കണ്ണിന്റെ ഒരു കഴിവാണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു? കണ്ണിന്റെ ഉള്ളിലെ പാർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് ഇതുവരെ നമ്മൾ ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല? ഫോട്ടോ റിസെപ്റ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഫോട്ടോ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ 2 സെല്ലുകളാണ്. ഏതൊക്കെയാ? റോഡ് സെല്ലും കോൺ സെല്ലും. സോ റോഡ് സെല്ലും കോൺ സെല്ലുമാണ് നമ്മുടെ കണ്ണിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഓക്കെ, സോ ആദ്യം റോഡ് സെല്ലിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. റോഡ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ദണ്ഡാകൃതിയിൽ കാണുന്ന സെൽ തന്നെയാണ്. ആ ടൈറ്റിൽ പോലെ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ് പോലെ തന്നെയാണ്. റോഡ് എന്നുള്ള ഷേപ്പിൽ തന്നെയാണ്. റോഡ് നമ്മുടെ വഴി അല്ല. റോഡ് എന്ന് പറയുന്നത് ദണ്ട്, ROD. ഓക്കെ, സോ റോഡ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഷേപ്പിൽ കാണുന്ന സെല്ലാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിലുള്ള വിഷ്വൽ പിഗ്മെന്റ് വേണ്ടേ? നമുക്ക് കാഴ്ച നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിഷ്വൽ പിഗ്മെന്റ് വേണം. റോഡ് സെല്ലുള്ള വിഷ്വൽ പിഗ്മെന്റിന്റെ പേരാണിത് റോഡോപ്സിൻ. ഓക്കെ അല്ലേ? ഇത് എപ്പോഴാണ് ഇനി ഫംഗ്ഷൻ ചെയ്യുക? ഡിം ലൈറ്റിൽ. ഓക്കെ അല്ലേ? ഇനി റോഡോപ്സിൻ എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിട്ടുള്ളത് എന്നറിയോ? റോഡോപ്സിൻ ഫോം ചെയ്തിട്ടുള്ളത് ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവും. റോഡോപ്സിൻ ഫോം ചെയ്തിട്ടുള്ളത് ഒരു പ്രോട്ടീനും വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ്. ഏതാണ് പ്രോട്ടീൻ? ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഏതാ പ്രോട്ടീൻ? ഓപ്സിൻ. അതുപോലെ വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ്, അതിനെ വിളിക്കുന്ന പേരാണ് റെറ്റിനാൾ. സോ നമ്മുടെ കണ്ണിലുള്ള റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണ്. എന്തൊക്കെ വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? മെയിൻലി ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാളും വെച്ചിട്ട്. എപ്പോഴാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുക? ഡിം ലൈറ്റിൽ. ഓക്കെ അല്ലേ? ഇതിന് കളർ തിരിച്ചറിയാനുള്ള കഴിവില്ല. സോ ഇവർക്ക് എന്തിനുള്ള കഴിവില്ല? കളർ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇനി കളർ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു സെല്ലുണ്ട്. അതേതാ? കോൺ സെൽ. സോ കോൺ സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റ് ഏതാണെന്നറിയോ? അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. 2 പേരിൽ അറിയപ്പെടാറുണ്ട്. ഫോട്ടോപ്സിൻ, അതുപോലെ തന്നെ ഇതിനൊരു വേറെ പേരും കൂടെ ഉണ്ട്, അയോഡോപ്സിൻ. ഓക്കെ അല്ലേ? ഇനി ഇതെന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? അതായത് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ ഫോം ചെയ്തിട്ടുള്ളത് മെയിൻലി 2 വസ്തുക്കളെ വെച്ചിട്ടാണ്. ഒന്ന് പ്രോട്ടീൻ, അതേതാ? ഓപ്സിൻ. അടുത്തതേതാ? വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ്, അതേതാ? റെറ്റിനാൾ. ദാറ്റ് മീൻസ് റോഡ് സെല്ലിലുള്ള അതേ വസ്തുക്കൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാളും ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഓപ്സിനും കാണുന്നുണ്ട്, അതുപോലെ തന്നെ റെറ്റിനാളും കാണുന്നുണ്ട്. ബട്ട് ഇവർക്ക് എന്ത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്? കളർ തിരിച്ചറിയാം. ഏതൊക്കെ? പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ. ഏതൊക്കെയാ? റെഡ്, ഗ്രീൻ, ബ്ലൂ. അതുകൊണ്ട് തന്നെ 3 ടൈപ്പ് കോൺസെൽ കാണുന്നുണ്ട് നമ്മുടെ കണ്ണിൽ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കോൺ സെല്ലിന് കളർ തിരിച്ചറിയാൻ പറ്റും, അതുപോലെ റോഡ് സെല്ലിന് കളർ തിരിച്ചറിയാൻ പറ്റൂല. കാരണം എന്തായിരുന്നു? അമിനോ ആസിഡ്സിന്റെ ഡിഫറൻസ് അല്ലേ? ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ള റോഡ് ഷേപ്പിലുള്ള ഈ സെല്ലാണെന്ത്? റോഡ് സെൽ ട്ടോ, റോഡ് സെൽ. അതുപോലെ ഈ കോൺ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളതാണെന്ത്? കോൺ സെൽ. ഓക്കെ, സോ റോഡ് സെല്ലും തീർത്തു, കോൺ സെല്ലും തീർത്തു. അതായത് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ തീർത്തു. ഇനി താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ഫിൽ ചെയ്യണം. ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്യണം. റോഡ് സെല്ലിലുള്ള പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റോഡ് സെല്ലിലുള്ള പിഗ്മെന്റ് ഏതാ? റോഡോപ്സിൻ. ഏതാണ്? റോഡോപ്സിൻ. കോൺ സെല്ലിലുള്ളത് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറയാറുണ്ടായിരുന്നു. എന്താ? അയോഡോപ്സിൻ അല്ലേ? ഇതിന്റെ ഷേപ്പ് എന്താ? റോഡ് ഷേപ്പിൽ. റോഡ് ഷേപ്പിൽ അല്ലേ? ഇനി കോൺ സെല്ലിന്റെ ഷേപ്പോ? കോൺ ഷേപ്പിൽ. ഓക്കെ, ഇനി റോഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താ? ഡിം ലൈറ്റിൽ വിഷൻ തരിക അല്ലേ? അപ്പൊ നമുക്ക് ഡിം ലൈറ്റ് സൈറ്റ് എന്നോ ഡിം ലൈറ്റ് വിഷൻ എന്നൊക്കെ എഴുതാം. സോ ഡിം ലൈറ്റ് വിഷൻ. ഓക്കെ അല്ലേ? ഇനി കോൺ സെല്ലിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമുക്ക് കളർഫുൾ വിഷൻ തരിക അല്ലേ? കളർഫുൾ വിഷൻ. സോ ഡിം ലൈറ്റിൽ വിഷൻ തരുന്നതായിരുന്നു ആര്? റോഡ് സെൽ. അതുപോലെ കളർഫുൾ വിഷൻ തരുന്നതാണ് ആര്? കോൺ സെൽ. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇമ്പൾസ് ഫോം ചെയ്യുന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു ഫോട്ടോ റിസെപ്റ്റർ ഉണ്ട്, റോഡ് സെല്ലും കോൺ സെല്ലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബട്ട് എങ്ങനെ അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു?
എങ്ങനെയാണ് ഈ റോഡ് സെല്ലിലും കോൺ സെല്ലിലും ഇമ്പൾസ് ഫോം ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതല്ല ഇനി പറയാനുള്ളത്. സോ നോക്കാം. സോ സപ്പോസ് നമുക്ക് ഡിം ലൈറ്റിനെ കുറിച്ചിട്ട് ആദ്യം തുടങ്ങാം. ഡിം ലൈറ്റ് ആണ് വരുന്നത് സപ്പോസ് ചെയ്തോട്ടോ. നമ്മുടെ കണ്ണിലോട്ട് ഡിം ലൈറ്റ് വരുന്നു. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള റോഡോപ്സിൻ ഉണ്ടല്ലോ, എവിടെയുള്ള റോഡോപ്സിൻ? റോഡ് സെല്ലിലുള്ള റോഡോപ്സിൻ. അത് ഡിസോസിയേറ്റ് ചെയ്യും, വിഘടിക്കും. എന്തായിട്ടാണ് വിഘടിക്കുക? നമുക്കറിയാം റോഡോപ്സിൻ ഫോം ചെയ്തിട്ടുള്ളത് 2 വസ്തുക്കളെ വെച്ചിട്ടാണ്, ഓപ്സിനും റെറ്റിനാളും. അങ്ങനെ തന്നെ വിഘടിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡിസോസിയേറ്റ് ചെയ്യും. അതായത് ഡിം ലൈറ്റ് വരുന്ന സമയത്ത് റോഡോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓപ്സിനും റെറ്റിനാളുമായിട്ട് മാറും അല്ലെ. ലൈറ്റിന്റെ പ്രസൻസിൽ ഓപ്സിനും റെറ്റിനാളുമായിട്ട് മാറി. ഇനി ഇവിടെ നടക്കുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടല്ലോ, അതായത് റോഡോപ്സിൻ എന്ന് പറയുന്ന ഫോം മാറിയിട്ട് ഓപ്സിനും റെറ്റിനാളുമായിട്ട് മാറല്ലേ. സോ ഒരു കെമിക്കൽ ചേഞ്ച് അല്ലേ നടന്നത്? ആ കെമിക്കൽ ചേഞ്ച് ആണ് ഇമ്പൾസ് ഫോർമേഷൻ. ഓക്കെ. ഇനി അതുപോലെ തന്നെ കളർഫുൾ ലൈറ്റ് ആണ് വരുന്നത് വിചാരിച്ചോ. കളർഫുൾ ലൈറ്റ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺ സെല്ലിലുള്ള ഫോട്ടോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ടോ അതുപോലെ തന്നെ ഓപ്സിനും റെറ്റിനാളും ഫോം ചെയ്യും. നമുക്കറിയാം ഓപ്സിനും റെറ്റിനാൾ വെച്ചിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്? ഫോട്ടോപ്സിനും റോഡോപ്സിനും അല്ലേ. സോ 2 വിഷ്വൽ പിഗ്മെന്റിലും എന്താണുള്ളത്? ഓപ്സിനും റെറ്റിനാളും ആണ് അല്ലേ. ഇനി ഇങ്ങനെ ഈ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കെമിക്കൽ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഇമ്പൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ. സോ ഇമ്പൾസ് ഫോം ചെയ്ത് ഇനി ഈ ഇമ്പൾസ് എങ്ങോട്ട് എത്തണം? ബ്രെയിനിലോട്ട് എത്തണം. ബ്രെയിനിലോട്ട് ആരാ കൊണ്ടുപോവുക? ഓപ്റ്റിക് നെർവ് അല്ലേ. കണ്ണിന്റെ ഉള്ളിലുള്ള ഓപ്റ്റിക് നെർവ് ആണ് എങ്ങോട്ട് കൊണ്ടുപോവുക? ബ്രെയിനിലെ സെറിബ്രത്തിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ. ഇനി ഒരു കാര്യം, റോഡോപ്സിൻ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ റോഡോപ്സിൻ തീർന്നു പോകാനുള്ള ചാൻസ് ഇല്ലേ? അതായത് ഡിം ലൈറ്റ് വരുന്ന സമയത്തൊക്കെ റോഡോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് ഫോം ചെയ്യും അല്ലേ. സോ അങ്ങനെ ഇമ്പൾസ് ഫോം ചെയ്ത് റോഡോപ്സിൻ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം റോഡോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓപ്സിന് റെറ്റിനാളുമായിട്ട് മാറും അല്ലേ. ഇമ്പൾസ് ഫോർമേഷന്റെ ശേഷം, അതായത് ഇമ്പൾസ് രൂപപ്പെട്ടതിന്റെ ശേഷം നേരത്തെ ഫോം ചെയ്തിട്ടുള്ള ഓപ്സിന് റെറ്റിനാളും കമ്പൈൻ ചെയ്തിട്ട് എന്തെന്നെയായിട്ട് മാറും? റോഡോപ്സിൻ തന്നെയായിട്ട് മാറും. അതായത് ഇമ്പൾസ് ഫോം ചെയ്തതിന്റെ ശേഷം ഇവർ കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് റോഡോപ്സിൻ ആയിട്ട് മാറും. അതുപോലെ റെറ്റിനാളും ഓപ്സിനും കമ്പൈൻ ചെയ്തിട്ട് ഫോട്ടോപ്സിനും ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് റെറ്റിനാളും ഓപ്സിനും ആയിട്ട് മാറി കഴിഞ്ഞാൽ ഇമ്പൾസ് ഫോർമേഷന് ശേഷം ഇവർ കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് ഫോട്ടോപ്സിനായിട്ട് മാറും. ഓക്കെ അല്ലേ. ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ഫോട്ടോപ്സിനും റോഡോപ്സിനും ഒന്നും തീർന്നു പോകാത്തത്. ഓക്കെ. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കൂല? ഇമ്പൾസ് ഫോം ചെയ്യില്ല, അതായത് കാണാൻ പറ്റൂലെന്ന്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവുന്നില്ലല്ലോ. സോ ഇത്രയാണ് കാര്യം. ഈ പറയുന്ന റോഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ വീണ്ടും റീജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ റീസിന്തസൈസ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ആരെ കുറിച്ച് നോക്കണം എന്നറിയോ? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ആ ഒരു പാത്ത് വേ, ലൈറ്റ് വന്ന് എങ്ങനെ നമുക്ക് വിഷൻ കിട്ടുന്നു എന്ന് പറയുന്ന ആ ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ലൈറ്റ് നേരെ കണ്ണിന്റെ ഉള്ളിലോട്ട് വരും. കണ്ണിലെ ഏത് പാർട്ടിലോട്ട്? കോർണിയ അല്ലെ. കണ്ണിലെ ആദ്യം ഏത് ഭാഗത്തോട്ടാ വരിക? കോർണിയയിലോട്ട് വരും. കോർണിയയിൽ നിന്നും നേരെ എങ്ങോട്ടാ പോവുക? കോർണിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡാ അല്ലെ. ഏത് ഫ്ലൂയിഡാ? അക്വസ് ഹ്യൂമർ. ഏത് ഫ്ലൂയിഡ്? അക്വസ് ഹ്യൂമർ. സോ അക്വസ് ഹ്യൂമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എങ്ങോട്ടെത്തും? നമ്മുടെ ഐറിസിന് നടുക്കുള്ള പ്യൂപ്പിളിലോട്ട് എത്തും അല്ലെ. സോ പ്യൂപ്പിളിൽ നിന്ന് നേരെ എങ്ങോട്ടെത്തും? പ്യൂപ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ലെൻസിലോട്ടാണ് വരിക അല്ലെ. നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. സോ ലെൻസിലോട്ട് എത്തും. ലെൻസിൽ നിന്നും നമ്മുടെ റെറ്റിനയിലോട്ട് എത്തുന്ന വരെയുള്ള സ്പേസിന് നമ്മൾ എന്താ വിളിച്ചത്? വിട്രിയസ് ചേംബർ. അവിടെയുള്ള ഫ്ലൂയിഡ് ഏതാ? വിട്രിയസ് ഹ്യൂമർ. സോ വിട്രിയസ് ഹ്യൂമറിലൂടെയാണ് പിന്നെ കടന്നു പോവുക. സോ നമുക്ക് പറയാം ലെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാളത്? വിട്രിയസ് ഹ്യൂമർ അല്ലേ. സോ വിട്രിയസ് ഹ്യൂമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരിലോട്ടെത്തി? റെറ്റിനയിലോട്ട് എത്തി. റെറ്റിനയിൽ ആരുണ്ട്? ഫോട്ടോ റിസെപ്റ്റർ ഉണ്ട്. ആരാളത്? ഫോട്ടോ റിസെപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ റിസെപ്റ്റർ എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ റിസീവ് ചെയ്തിട്ട്, അതാ ലൈറ്റ് എന്ന സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് നേരെ എങ്ങോട്ട് പോകും? ബ്രെയിനിലോട്ട് പോകും. ബ്രെയിനിലോട്ട് പോകുന്നത് ഒപ്റ്റിക് നെർവ് വഴിയാണ്. ഏത് വഴി? ഒപ്റ്റിക് നെർവ്. സോ ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ ബ്രെയിനിലുള്ള സെറിബ്രം, ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിനിലുള്ള സെറിബ്രം. ഓക്കെ അല്ലേ. സോ ബ്രെയിനിലുള്ള സെറിബ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? സെൻസ് ഓഫ് സൈറ്റ്, അല്ലെങ്കിൽ കാഴ്ച നമുക്ക് അനുഭവപ്പെടുക. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. സോ അത്രയും ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ലൈറ്റ് വന്നു നമ്മുടെ കണ്ണിന്റെ ഉള്ളിലൂടെ കോർണിയ വഴി, അക്വസ് ഹ്യൂമർ വഴി, പ്യൂപ്പിൾ വഴി ലെൻസിലോട്ട് എത്തിയിട്ട് അവിടുന്ന് വിട്രിയസ് ഹ്യൂമർ വഴി നമ്മുടെ ഫോട്ടോ റിസെപ്റ്ററിൽ എത്തിയിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ സെറിബ്രത്തിലോട്ട് എത്തി. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. സോ ഇത്രയും ചേഞ്ച് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ വരെ നടക്കുന്നുണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈനോക്കുലാർ വിഷനെ കുറിച്ചിട്ടാണ്. ബൈനോക്കുലാർ വിഷൻ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു കണ്ണടച്ചിട്ട് ഒരു പെന്ന് മുന്നിൽ വെച്ചിട്ട് ഒരു പോയിന്റിലോട്ട്, എവിടെയെങ്കിലും ഒരു പോയിന്റിലോട്ട് റെഫറൻസിൽ വെച്ചിട്ട് പോയിന്റ് ഫിക്സ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ആ കൈ മാറ്റാണ്ട് കണ്ണ് തുറന്ന് മറ്റേ കണ്ണ് അടയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ കൈ ഷിഫ്റ്റ് ചെയ്ത പോലെ ഉണ്ടാവും. എന്താ സംഭവിക്കുന്ന സമയത്ത്? നമ്മൾ ഒരു കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ കണ്ണിലൂടെ മാത്രമാണ് ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്. എന്നാൽ വേറെ കണ്ണടയ്ക്കുമ്പോഴോ ഏത് കണ്ണാണോ തുറന്നിരിക്കുന്നത് ആ കണ്ണിലൂടെ മാത്രമേ ഇമ്പൾസ് ജനറേറ്റ് ആവൂ. അതായത് ആ കണ്ണിലൂടെ മാത്രമേ ലൈറ്റ് കയറുള്ളൂ, അതിലൂടെ മാത്രമേ ഇമ്പൾസ് ജനറേറ്റ് ആവുള്ളൂ. സോ രണ്ടിലൂടെയും ഫോം ചെയ്യുന്ന ഇമേജ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ബട്ട്
നമ്മൾ രണ്ട് കണ്ണും തുറന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കണ്ണ് അടച്ച് തുറക്കുമ്പോൾ കൈ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കൈ മാറിയ പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാ? കാരണം നമ്മുടെ രണ്ട് കണ്ണിലും ആ സമയത്ത് ഇമ്പൾസ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ണിലെയും ഫോട്ടോ റിസെപ്റ്ററിന് ഇമ്പൾസ് ഫോം ചെയ്തിട്ട് ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് എത്തും. ബ്രെയിൻ എന്താ ചെയ്യുക? രണ്ട് ഇമേജിനെയും കൂടെ കമ്പൈൻ ചെയ്യും. എന്നിട്ടൊരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് തരാം. ഓക്കെ, നമ്മൾ രണ്ട് കണ്ണിന്ന് ഫോം ചെയ്യുന്ന ഇമേജുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്ത് തരാം. അത് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരു 3 ഡയമെൻഷണൽ ഇമേജ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈനോക്കുലാർ വിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കണ്ണിന് ഫോം ചെയ്യുന്ന ഡിസീസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിന് വരുന്ന ഡിഫക്റ്റുകളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതായത് ഡിം ലൈറ്റിൽ കണ്ണ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്തുകൊണ്ടാ? ഇത് വരുന്നത് വൈറ്റമിൻ എന്റെ കുറവ് മൂലമാണ്. എന്തിന്റെ ഡെഫിഷ്യൻസി? വൈറ്റമിൻ എ. വൈറ്റമിൻ എ കുറയുന്ന കാരണമാണ് ഈ പറയുന്ന ഡിസീസ്, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി. ഓക്കെ അല്ലേ? ഇനി വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റോഡോപ്സിൻ കുറയും. എങ്ങനെയാ? വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാൾ കുറയും, അതുമൂലം റോഡോപ്സിൻ കുറയും. നിങ്ങൾക്കറിയാം റെറ്റിനാൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എന്റെ ഡെറിവേറ്റീവാണ്. സോ റെറ്റിനാൾ കുറഞ്ഞു കഴിഞ്ഞാൽ റോഡോപ്സിൻ കുറയും. കാരണം റോഡോപ്സിൻ ഫോം ചെയ്യുന്നത് ഓപ്സിനും റെറ്റിനാളും വെച്ചിട്ടാണ് അല്ലേ? സോ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാൾ കുറയും. റെറ്റിനാൾ കുറഞ്ഞു കഴിഞ്ഞാലോ റോഡോപ്സിൻ കുറയും. റോഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഡിം ലൈറ്റിൽ ഇമ്പൾസ് ഫോം ചെയ്യൂല, കാഴ്ച ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്. എന്തിന്റെ കുറവ്? വൈറ്റമിൻ എന്റെ കുറവ്. ഇനി ഇതെങ്ങനെയാ മാറ്റുക? വൈറ്റമിൻ എ നന്നായിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ എന്റെ മെഡിസിൻസ് എടുക്കുക. ഓക്കെ, അടുത്ത ഡിസീസ് ആണ് എന്ത്? സീറോഫ്താൽമിയ. എന്താ സീറോഫ്താൽമിയ? വൈറ്റമിൻ എന്റെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി. കുറെ കാലം വൈറ്റമിൻ എ നന്നായിട്ട് കുറഞ്ഞു വരിക. അതാണ് ഇതിന്റെ റീസൺ, ഈ പറയുന്ന സീറോഫ്താൽമിയന്റെ റീസൺ. സീറോഫ്താൽമിയ വരുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സീറോഫ്താൽമിയന്റെ കോസ് പറയുന്നത് വൈറ്റമിൻ എന്റെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അതായത് പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ കൺജങ്ക്ടൈവയും അതുപോലെ തന്നെ കോർണിയൊക്കെ എന്താവും? ഡ്രൈ ആവും, ഒപ്പേക്ക് ആവും. എന്താ ഡ്രൈ ആവുക എന്ന് പറഞ്ഞാൽ? വരണ്ടു പോവുക. ഒപ്പേക്ക് ആവുക എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടാണ്ടിരിക്കുക. ഓക്കെ, കൺജങ്ക്ടൈവയും കോർണിയും ഇങ്ങനെ ഡ്രൈയും ഒപ്പേക്കും ആയി കഴിഞ്ഞാൽ ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് കയറൂല, പിന്നെ ഇമ്പൾസ് ഫോം ചെയ്യോ? ഇല്ല, കാഴ്ച ഉണ്ടാവില്ല. ഓക്കെ, സോ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും. വൈറ്റമിൻ എ കുറേ കാലം പ്രൊലോങ്ഡ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാലോ എന്തും കൂടെ വരും? സീറോഫ്താൽമിയം കൂടെ വരും. സീറോഫ്താൽമിയം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അൾട്ടിമേറ്റ് ആയിട്ട് ആള് അന്ധനായിട്ട് മാറും, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇതാണ് സീറോഫ്താൽമിയ. അടുത്തതാണ് കളർ ബ്ലൈൻഡ്നെസ്. എന്താ കളർ ബ്ലൈൻഡ്നെസ്? കളർ തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ. നമുക്ക് കറക്റ്റ് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂലേ? എന്നാൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. എങ്ങനെയാ ഇത് വരുന്നത്? നമുക്കറിയാം നമ്മുടെ കണ്ണിൽ കോൺസെൽ ഉണ്ട് അല്ലേ? കോൺസെല്ലാണ് നമുക്ക് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സപ്പോസ് ഈ കോൺസെല്ലിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ, ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കളർ തിരിച്ചറിയാൻ പറ്റൂല. അങ്ങനെ വരുന്ന അസുഖമാണ് ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ്. മെയിൻലി ഇത് മെയിൽ ഡോമിനന്റ്, ആണുങ്ങൾക്കാണ് അല്ലെങ്കിൽ മെയിലിനാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. ഓക്കെ, സോ ഇതാണ് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാറില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും. എന്താ കാരണം? നമുക്കറിയാം ട്രാഫിക് ലൈറ്റിൽ ഏതൊക്കെയാ കളർ ഉള്ളത്? റെഡ്, ഗ്രീന്, അതുപോലെ തന്നെ ഓറഞ്ച്. ഇവർക്ക് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് പറ്റും? ആക്സിഡന്റ് സംഭവിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ മിലിറ്ററിയിലോട്ടൊന്നും ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരെ എടുക്കാറില്ല. ഇതാണ് കളർ ബ്ലൈൻഡ്നെസ്. ഇനി അടുത്തത് എന്താ? ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ അക്വസ് ഹ്യൂമർ എവിടെയാണ് കാണുന്നത്? അക്വസ് ചേംബറിൽ. എവിടെന്നാ ഫോം ചെയ്തത്? ബ്ലഡിൽ നിന്ന്. സപ്പോസ് ബ്ലഡിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള അക്വസ് ഹ്യൂമർ ബ്ലഡിലോട്ട് റീഅബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഗ്ലോക്കോമ വരും. അതായത് ബ്ലഡിൽ നിന്നും രൂപപ്പെട്ട് ബ്ലഡിലോട്ട് റീഅബ്സോർബ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് ആര്? ഈ പറയുന്ന അക്വസ് ഹ്യൂമർ. എന്താ ഇതിന്റെ ഫംഗ്ഷൻ? നമ്മുടെ കണ്ണിൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓക്സിജൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ തിരിച്ചത് ബ്ലഡിലോട്ട് റീഅബ്സോർബ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ റിസെപ്റ്ററിനെ ബാധിക്കും. അങ്ങനെയാണ് ഗ്ലോക്കോമ വരുന്നത്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ലേസർ സർജറി വഴി. നമുക്ക് എന്തുവഴി ട്രീറ്റ് ചെയ്യാൻ പറ്റും? ലേസർ സർജറി. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്താവും? ഇൻക്രീസ് ആവും. ഓക്കെ അല്ലേ? ഇത് ആരെ ബാധിക്കും? നമ്മുടെ റെറ്റിനേനെയും അതുപോലെ തന്നെ ഫോട്ടോ റിസെപ്റ്ററിനെയും ബാധിക്കും. അൾട്ടിമേറ്റ് ആയിട്ട് ആളെന്തായിട്ട് മാറും? ബ്ലൈൻഡ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്? ലേസർ സർജറി വഴി. ഓക്കെ അല്ലേ? ഇതാണ് ഗ്ലോക്കോമ. ഇനി അടുത്ത ഡിസീസ് ആണെന്ത്? കാറ്ററാക്ട് അഥവാ തിമിരം. നമുക്കറിയാം പ്രായമായ ആളുകൾക്ക് യൂഷ്വലി വരുന്ന ഡിസീസാണ് അല്ലേ? അതായത് നമ്മൾ പ്രായമായ ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന കാറ്ററാക്ട് അഥവാ തിമിരം എന്ന് പറഞ്ഞാൽ. ഈ ഡിസീസ് സിമ്പിൾ ആണ്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കോൺവെക്സ് ലെൻസ് ഇല്ലേ? ആ കോൺവെക്സ് ലെൻസ് ഒപ്പേക്ക് ആവുക, ലൈറ്റിനെ കടത്തി വിടാണ്ടിരിക്കുക. അതാണ് കാറ്ററാക്ട്. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുക? ഒപ്പേക്ക് ആയിട്ടുള്ള ലെൻസ് മാറ്റിയിട്ട് നല്ല ലെൻസ് വെച്ച് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നല്ല ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് കൊടുക്കുക. ഇതാണ് കാറ്ററാക്ട്. ഓക്കെ, എന്താ ഇതിന്റെ കോഴ്സ്? എങ്ങനെയാ അത് വരുന്നത്? ലെൻസ് ഒപ്പേക്ക് ആവുന്നതുകൊണ്ട്. എങ്ങനെയാ ഇതിന്റെ ട്രീറ്റ്മെന്റ്? നമ്മൾ ആർട്ടിഫിഷ്യൽ ലെൻസ് റീപ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കും. ഓക്കെ,
ഇതാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? കൺജങ്ടൈവിറ്റിസ്. നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ആളാണ് ആര്? കൺജങ്ടൈവ. സപ്പോസ് കൺജങ്ടൈവക്ക് എന്തെങ്കിലും ബാക്ടീരിയലോ വൈറസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തജൻ വന്നിട്ട് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺജങ്ടൈവ എന്താവും? ഇൻഫ്ലമേറ്റ് ആവും അല്ലെങ്കിൽ നീര് വെക്കും. ഇതിനാണ് കൺജങ്ടൈവിറ്റിസ് എന്ന് പറയാം. മലയാളത്തിൽ ഇതിനെ ചെങ്കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് കൺജങ്ടൈവിറ്റിസ്. നമ്മൾ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലരും പറയും കൺജങ്ടൈവിറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് നോക്കിയാൽ പകരുമെന്ന്. നോക്കിയാൽ പകരുമോ? ഒരിക്കലും ഇല്ല. ചെങ്കണ്ണ് ഒരിക്കലും നോക്കിയാൽ പകരില്ല. ബട്ട് അത് സ്പ്രെഡ് ആവും എങ്ങനെ? പേഴ്സണൽ കോൺടാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരാൾക്ക് കൺജങ്ടൈവിറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ കണ്ണിൽ നിന്നും ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അയാളുടെ കയ്യിലൂടെ ഈ പറയുന്ന കൺജങ്ടൈവിറ്റിസ് കോസ് ചെയ്യുന്ന പാത്തജൻ വേറൊരാളുടെ ബോഡിയിലോട്ട് എത്തിയാൽ അയാൾ കണ്ണിലോട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാലും ഇത് സ്പ്രെഡ് ആവും. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാലൊന്നും ഈ പറയുന്ന കൺജങ്ടൈവിറ്റിസ് സ്പ്രെഡ് ആവില്ല. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കും. അതുപോലെ തന്നെ കണ്ണ് ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. ഇനി ഇത് വരാണ്ടിരിക്കാൻ എന്താ വേണ്ടത്? പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക, വൃത്തിയോടെ നടക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നൊക്കെ നന്നായിട്ട് കൈ കഴുകുക. അതുപോലെ തന്നെ നമ്മൾ ഡസ്റ്റ് ഉള്ള സ്ഥലത്തിലൂടെ, അതായത് നന്നായിട്ട് പൊടിയൊക്കെ ഉള്ള സ്ഥലത്തിലൂടെ പോയി കഴിഞ്ഞാൽ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ തീർത്തു അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ഈ പാർട്ടിൽ നോക്കാനുള്ളത്. അടുത്ത സെഷനിൽ നമുക്ക് ഇയർ തൊട്ടിട്ട് നോക്കാം. ഓക്കെ.